പത്തനംതിട്ട തിരുവല്ലയിൽ പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിച്ച കേസിൽ 3 പേർക്കെതിരെ കേസ്. പ്രതികളുടെ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. പ്രതികൾക്കായി തിരച്ചിൽ നടത്തുകയാണ്. വിഷ്ണു VS കൂടുതൽ വിശദാംശങ്ങൾ നൽകാനുണ്ട്. വിഷ്ണു, ഈ ആരൊക്കെയാണ് അറസ്റ്റിലായത്? പ്രതികളെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. എപ്പോഴാണ് ഈ കേസെടുത്തിരിക്കുന്നത്? എത്ര പേർക്കെതിരെയാണ് കേസ്? ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി NDAയുടെ പ്രചരണാർത്ഥം തിരുവല്ലയിൽ എത്തിയത്. പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് കടുത്ത സുരക്ഷ തന്നെയായിരുന്നു പരിപാടി സംഘടിപ്പിച്ച തിരുവല്ല പബ്ലിക് സ്റ്റേഡിയത്തിലും സമീപ പ്രദേശങ്ങളിലൊക്കെ ഒരുക്കിയിരിക്കുന്നത്. വലിയ തരത്തിലുള്ള ജനപങ്കാളിത്തം ഉണ്ടായിരുന്ന ഒരു പരിപാടിയായിരുന്നു. പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ 3 ജില്ലയിലെ പ്രവർത്തകർ അണിനിരന്ന വലിയ തരത്തിലുള്ള ഒരു പരിപാടി തന്നെയായിരുന്നു NDA ഇന്നലെ തിരുവല്ലയിൽ ഒരുക്കിയിരുന്നത്. ആ പരിപാടിയിൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് കടുത്ത സുരക്ഷ തന്നെ കേന്ദ്ര സേനയുടെ ഭാഗത്തു നിന്നും സംസ്ഥാന പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഇതിനുശേഷം പരിപാടി നടന്നതിന് ശേഷം നരേന്ദ്രമോദി വേദി വിട്ടതിന് ശേഷമാണ് സംഭവം ഉണ്ടായത്. പരിപാടി കഴിഞ്ഞ പ്രവർത്തകർ വെളിയിലേക്ക് ഇറങ്ങുന്ന സാഹചര്യത്തിലാണ് കൊടുമൺ SHOയ്ക്ക് നേരെ അതിക്രമം ഉണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ടാണ് പരാതി നൽകിയിരിക്കുന്നത്. 3 പേർക്കെതിരെയാണ് കേസ് എടുത്തിരിക്കുന്നത്. ഇതിൽ ഒരാൾ ഈ പറയുന്ന SHOയ്ക്ക് നേരെ അതിക്രമം നടത്തി. ബാക്കി 2 പേർ സഹായികളായി നിന്നു എന്നാണ് FIR-ൽ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ആക്രമിക്കുക മാത്രമല്ല SHOയ്ക്ക് നേരെ അസഭ്യ വർഷം ചൊരിയുന്ന സാഹചര്യവും ഉണ്ടായി എന്ന് കേസിൽ പറയുന്നുണ്ട്. ഏതായാലും ഇവർക്ക് 3 പേരുടെയും നിലവിലുള്ള രേഖകൾ അല്ലെങ്കിൽ ആരാണെന്നുള്ള കാര്യങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല. ഇവരെ പിടിക്കാനുള്ള, ഇവരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമല്ല, ഇവരെ പിടികൂടാനുള്ള നടപടികൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും 3 പേർക്കെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇന്നലെയായിരുന്നു വിവരങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല. പ്രതികൾക്കായി തെരച്ചിൽ നടത്തുകയാണ്. വിഷ്ണു VS ആണ് വിശദാംശങ്ങൾ നൽകിയത്.